കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തുകൊടുമാറാകട്ടെ. വീട്ടിലെ സഭായുഗമായി ഞങ്ങൾക്ക് കടന്നു വരുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്നുള്ളതാണ് വചനം. ഈ വചനം ചിലർക്ക് അറിയത്തില്ലെന്നാണ്, അതുകൊണ്ടായിരിക്കും 500, 1000, 2000, 3000 ഒക്കെ കൂട്ടി വരുത്തുന്നത്. അതൊന്നും അത്ര ഗുണമല്ല എന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം അവരെ പഠിച്ച് അങ്ങനെയുള്ള വലിയ വലിയ മെഗാ ടീമുകളെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പറയുന്ന കാര്യങ്ങളാണ്. ഈ ചുമ്മാ പറയുകയല്ല, പാഴ്വാക്കല്ല. ആൾ കൂടുമ്പോൾ പാമ്പ് ചാകില്ലെന്നൊരു പഴമൊഴിയുണ്ട്. ആൾ കൂടുന്നതിലല്ല അർത്ഥം. പണ്ട് ക്യാപ്റ്റൻ ഷമൽ പറയായിരുന്നു, 50, 60, 70 പേരൊക്കെ കൂട്ടിച്ചേർത്ത് ആൾ കൂടുമ്പോൾ പിന്നെ ഒരു മൂപ്പനെ നിയമിച്ച് അങ്ങനെ പോവുക. കാരണം അങ്ങനെ നിയമിച്ചാൽ ഇവരുടെ കീശ നിറയത്തില്ല. എങ്ങനെ 500 പേര്, 1000 പേര്, 2000 പേര്, 3000 പേര് ആൾ കൂടുന്തോറും എന്ത് ചെയ്യും? ചവപ്പെട്ടി പോലെയുള്ള സ്വോത്രകാഴ്ചകൾ പണിത് വെച്ചേക്കുന്ന ഓളൊക്കെ എനിക്കറിയാമെന്ന് ഞാൻ പറയും, ചുമ്മാ പറയുകയല്ല. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം 2-3 പേർ എൻ്റെ നാമത്തിൽ വ്യവസ്ഥ പ്രകാരം കൂടി വന്നാൽ അവരുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ട്. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ വാക്യം എൻ്റെ പുസ്തകത്തിൽ ഉണ്ടും താനും. അതുകൊണ്ട് ഒരു ചെറിയ കൂട്ടത്തോട് ദൈവവചനം സംസാരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഓരോ പേരുകൾ ഓർത്ത് ദൈവത്തിൽ പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് കഴിയും. ഇവിടെ 600, 1000 പേരുള്ളത് ഇവിടെ തൊട്ടടുത്തൊരു സഭയുണ്ട്. അവയും ഭാഷയൊന്നും ഞാൻ പറയുന്നില്ല, ഇപ്പം ആരുടെയും പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ഞാനൊരു സഹോദരനെ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സഹോദരൻ അറിയാം? എനിക്കറിയത്തില്ലെന്ന്. ഞാൻ പറയും, ഇന്ന പേരുള്ളൊരു സഹോദരൻ അറിയത്തില്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ളതാ സാറാ. ഞായറാഴ്ച ഒത്തിരി പേരുണ്ട് ഭാഷ, അവിടെ അറിയത്തില്ല. കണ്ടോ? ഇതൊന്നും ആരും ഈ പൊട്ടന്മാർ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. വിശ്വാസികൾ തന്നെ. നമ്മുടെ ITV ചാനല് സുനി പറയുന്ന പോലെ വിശ്വാസികൾ മുഴുവൻ മന്ദബുദ്ധികളായി മാറി. മന്ദബുദ്ധികൾ, ബോധമില്ലാത്തവങ്ങളായി. സത്യവചന പേര്, പഥ്യവചനം പേര്, പഥ്യോപദേശം പേര്. യെശയ്യാപ്രവചനത്തിലൊരു വാക്യം വായിക്കാമല്ലോ, 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. നിങ്ങളെല്ലാവരും അത് കേൾക്കണം ശരിക്ക്. ഈ വചനത്തിൻ്റെ കേൾവിയും വചനത്തിൻ്റെ ജ്ഞാനവും നമ്മളെ വളരെ സുബോധം നഷ്ടപ്പെടുത്തുന്നവരാക്കി തീർക്കാനിടയായിത്തീരും. നന്മയ്ക്ക് തിന്മയെന്നും തിന്മയ്ക്ക് നന്മയെന്ന് വേർപെടുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇതാ. നന്മയ്ക്ക് തിന്മയെന്ന് പറയുക, തിന്മയ്ക്ക് നന്മയെന്ന് പറയുക, ഇരുട്ടിന് വെളിച്ചമെന്ന് പറയുക, വെളിച്ചത്തെ ഇരുട്ടെന്ന് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുക. ഇതാർക്കാ ഇത് മനസ്സിലാകുന്നത്? തിന്മയാണെന്ന് മനസ്സിലാകുന്ന ആർക്കാ? സുബോധമുള്ളവനാ. മനസ്സിലായോ? ഞാൻ പല കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രകാശിപ്പിക്കുന്നുണ്ട്. അത് ഓരോന്നും പറഞ്ഞ് ടൈറ്റിലായിട്ട് പറഞ്ഞിട്ട് നമുക്ക് എഫേസ്യ ലേഖനം 3-ാം അധ്യായമാണ് വായിച്ചത്. അതിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. ലഘുചികിത്സ നടത്തുന്ന ഒത്തിരി പേരുണ്ടെന്ന് യെരമ്യാ പ്രവാചകൻ പറയും. ലഘുചികിത്സ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? എന്താ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു? ഒരു രോഗം, മാരകമായൊരു ക്യാൻസർ വന്നു, അതിന് ഈ ഡോളോ കഴിച്ച് അല്ലെങ്കിൽ നിസ്സാര ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ? അതിനുള്ള ചികിത്സ എന്താണ്? കീമോ, പിന്നെ അതുപോലെ വലിയ വിലപിടിപ്പുള്ള മരുന്നുകൾ. അതൊക്കെ മനുഷ്യന് കൊടുത്ത് മാത്രമേ അത് സൗഖ്യമാക്കാൻ പറ്റത്തുള്ളൂ. രോഗശാന്തി പ്രാപിക്കാത്തവർക്ക് അതാണ് ആവശ്യം. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗിരികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. പഴയ നിയമത്തിലെ കാര്യമാണ്. സമാധാനം ഇല്ലാതിരിക്കുക, സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ഒത്തിരി ഭാഗങ്ങളിലുണ്ട് ഈ വാക്യം. ഞാൻ എടുത്ത് പറയാൻ സമയമില്ല, ഒരെണ്ണം വായിച്ചാൽ മതിയല്ലോ. പ്രവാചകൻ ഒത്തിരി ഭാഗങ്ങളിൽ ഇത് പറയുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ലഘു ചികിത്സ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ദുഷ്പ്രവൃത്തിയാണ് ലഘു ചികിത്സ നടത്തുക. ഇന്ന് ലഘു ചികിത്സ ഇഷ്ടം പോലെ നടന്നുകൊണ്ടിരിക്കുക. വിശ്വാസികളെ സുഖിപ്പിക്കാനായിട്ട്, അവരെ സന്തോഷിപ്പിക്കാനായിട്ട്, അവരെ പ്രസാദിപ്പിക്കാനായിട്ട്
അവരുടെ ഭൗതികം സ്വോത്രകാഴ്ച പാത്രയിൽ വീഴാനായിട്ട് എന്ത് ചെയ്യുക? അവരെ തലോടി തലോടി സുഖിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പാവങ്ങൾ അറിയത്തില്ല ഇവർ തകർന്നുകൊണ്ടിരിക്കുകയാണ്, ആത്മീയമായി നശിച്ചുകൊണ്ടിരിക്കുക എന്നവർക്ക് അറിയത്തില്ല. ഇത് പറഞ്ഞു കൊടുക്കാനും പുതിയ നിയമ വചന വെളിപ്പാടുള്ള പാസ്റ്റർമാരും വളരെ കുറവാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത്തുങ്ങൾക്കൊട്ട് ഇഷ്ടപ്പെടുകയുമില്ല. എന്ത് ചെയ്യും? പറ, എന്ത് ചെയ്യും? യശയ്യാപ്രവചനത്തിലൊരു വാക്യം ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് വരും. എൻ്റെ 3-ാം അധ്യായമാണെന്ന് തോന്നുന്നു. യശയ്യാപ്രവചനം 3-ാം അധ്യായം. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ശരിക്കും വായിച്ച് പഠിച്ച് പോയില്ലെങ്കിൽ നമ്മൾ ഒത്തിരി അബദ്ധത്തിൽ ചെല്ലുകയാണ്. യശയ്യാപ്രവചനം 3-ാം അധ്യായം എടുത്തേ, ആ വാക്യം എടുത്ത്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? സ്ത്രീകൾ എൻ്റെ ജനമോ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ തെറ്റിച്ച് കളയുന്നു. കുട്ടികൾ അവരെ വാഴുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ചെക്കും വടക്കും അറിഞ്ഞുകൂടാത്തവരൊക്കെ പുസ്തകം എടുത്തുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. കുറ്റമായിട്ട് പറയുകയാണ് എന്ന് ചിന്തിച്ചാൽ കുറ്റമായിട്ട് തന്നെ പറയുക. ശുശ്രൂഷയ്ക്ക് ദൈവം വിളിച്ചാക്കണം, അല്ലേ? ദൈവം ആക്കി വെക്കണം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷന്മാരായി, ഡേവന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. എഫെസ്യർ 4:11 കർത്താവ് നിയമിച്ചവരെ ശുശ്രൂഷ ചെയ്യാനുള്ള, ഇല്ലാത്തവരെല്ലാം കളം വിട്ട് പൊക്കോണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ വലിയ കൊടിയ ന്യായവിധി വരും, വലിയ ശിക്ഷ വരും. ഹല്ലേലൂയ. അങ്ങനെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ എന്താ പറ്റും? ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇവരുടെ ആത്മാക്കൾ നശിച്ചു പോകും. ആ ഭയം ഓർത്തിട്ടാണ് ഞാൻ പറയുന്നത്, അല്ല വേറൊന്നുമല്ല കേട്ടോ. ഹല്ലേലൂയ. ശിശുക്കൾ അവരെ വാഴുന്നു. അടുത്തെന്താ പറയുന്നത്? ശിശുക്കൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. സഹോദരിമാർ ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിയിരിക്കാൻ ഇപ്പോൾ തെറ്റ്. പുതിയ നിയമവ്യവസ്ഥയനുസരിച്ച് വ്യക്തമായി കൃത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരിമാർക്ക് ശുശ്രൂഷ ഇല്ല. സംശയമുള്ളവർ വാട്സപ്പ് നമ്പറുണ്ട്, അതിൻ്റെ കമൻ്റ് ഇട്ട് എന്നോട് ചോദിച്ചോളാം. പക്ഷേ എവിടെയാണ് അതിന് തെളിവ്? എന്തൊക്കെയാണ് അതിന് വചനാധാരം? ഏത് വചന വ്യവസ്ഥയിൽ നിന്നാണ് ഭാഷ സംസാരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കർത്താവിൻ്റെ മഹാകൃപയിൽ ശരണപ്പെട്ടു. വലിയ വചനജ്ഞാനമുള്ള ആളൊന്നുമല്ല, കൃപയാൽ. പൗലൂസിൻ്റെ പദമാണ് എന്നെ പഠിപ്പിച്ചത്. ഞാനാകുന്നത് കൃപ. താനൊരു ചാപിള്ളയാണെന്നാണ് പറയുന്നത്. ഒരു മാംസപിണ്ഡമാണ്, മാസം തികയാതെ പ്രസവിച്ച ഒരു മാംസപിണ്ഡമാണെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെന്തിനാ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തെന്ന് വെച്ചാൽ, ഇതൊക്കെ പലരും കേട്ട് അവരുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകണം, വലിയ ചേഞ്ച് ഉണ്ടാകണം, ദൈവത്തിൽ താഴണം, വീണ് കിടക്കണം. പൗലോസാര്, പത്രോസാര്, അപ്പല്ലോസാരെന്നൊക്കെ പൗലോസ് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവപുത്രനെ വളരുമാറാക്കിയത്. അപ്പോൾ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നമ്മളാരും ഒന്നുമല്ല, സീറോ ആണെന്ന് മനസ്സിലായിക്കോണം. ഒരല്പ വചനജ്ഞാനം, ഒരല്പ ഉപദേശം പഠിപ്പിക്കൽ, ഒരല്പ പേരും പ്രശസ്തിയും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരങ്ങ് നിലത്തല്ല, അങ്ങ് ആകാശത്താണ്. അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചാൽ വലിയ കഷ്ടത്തിലും നഷ്ടത്തിലുമായി തീരുവാൻ ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നമ്മുടെ ആത്മീയ നിലവാരം എങ്ങനെ ഇരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം, നന്നായി മനസ്സിലാക്കി പോകണം. സ്തോത്രം. എൻ്റെ ജനമേ, സ്ത്രീകൾ അവരെ പീഡിപ്പിക്കുന്നു. എൻ്റെ ജനമേ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. സ്തോത്രം. എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ തെറ്റിക്കും, സൂക്ഷിച്ചോണം. നടത്തുന്നവർ തെറ്റിക്കുന്നു, സൂക്ഷിച്ചോണം. നടത്തുന്നവർ തെറ്റിക്കുന്നുണ്ടോ, സൂക്ഷിച്ചോണം. മനസ്സിലായോ? നമ്മളെ നടത്തുന്നവർ നമ്മളെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ സൂക്ഷിച്ചോണം. അപ്പം എങ്ങനെ അറിയാം പാസ്റ്ററെ? നിങ്ങളെ ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ വചനം പ്രസംഗിച്ചാണോ നടത്തുന്നതെന്ന് ചിന്തിച്ചോണം. 2, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കും.
ഇതൊക്കെ ബാലപാഠങ്ങളാണ്. എന്നാൽ ബാലപാഠങ്ങൾ തൊട്ടേ തുടങ്ങേണ്ട ആവശ്യം ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ മന്ന തിന്നു. ആ മന്ന ഏതാഹാരമാണെന്നറിയാമോ? ഈ ശരീരത്തിനുള്ള ആഹാരമാണ്. ഈ ശരീരത്തിന് വേണ്ടുന്ന മന്നയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മരുഭൂമിയിൽ മന്ന തിന്നവർ മരിച്ചുപോയി. ഇതാ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. ശ്രദ്ധിക്കുക ദൈവമക്കളെ. അപ്പം ജീവന്റെ അപ്പമാണ് കർത്താവ് നമുക്ക് തരുന്നത്. ഏതായി ജീവന്റെ അപ്പം എന്ന് പറഞ്ഞ്? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഇത് ഈ പ്രോപ്പർ ചാനലിലൂടെ ഈ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാതെ പോയാൽ നമ്മളെ മറ്റുള്ളവർ തെറ്റിച്ചുകൊണ്ടിരിക്കും. ആരും നിങ്ങളെ തെറ്റിക്കരുത്, ആരും നിങ്ങളെ കവർന്ന് കളയരുത്, ആരും നിങ്ങളെ ചൂഷണം ചെയ്യരുത് എന്നൊക്കെ കർത്താവ് പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം എന്താ? തെറ്റിക്കുന്നവർ ഇറങ്ങിയിരിക്കുക. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നായ്ക്കളെന്ന് പറഞ്ഞാൽ ആരാ നായ്ക്കള്? യെശയ്യാപ്രവാചകന്റെ പുസ്തകം നമുക്ക് പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും നായ്ക്കൾ ആരാണെന്ന് നല്ല വ്യക്തമായിട്ട് കൃത്യമായിട്ട് യെശയ്യാവ് പറയുന്നുണ്ട്. ഞാനത് പല പ്രാവശ്യം നിങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പിന്നെയും അത് പറയാനായിട്ട് പ്രേരണയുണ്ട്. വളരെ സ്തോത്രം, ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ കേൾക്കുക. യെശയ്യാപ്രവചനം 56-ാം അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യങ്ങൾ. അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ കഴിയാത്ത ഊമനായ്ക്കൾ തന്നെ. അവർ നിദ്രാപ്രിയരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഊമനായ്ക്കൾ. ദുരുപദേശങ്ങൾ പ്രസ്താവിക്കപ്പെടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത, പ്രതികരണശേഷിയില്ലാത്ത ഊമനായ്ക്കൾ. ശുശ്രൂഷകന്മാരെ കുറിച്ച് ഒരു നായകനെന്ന് പറഞ്ഞാൽ കാവൽക്കാരാ, സഭയുടെ കാവൽക്കാരാ. ഒരു സഭയുടെ കാവൽക്കാരനാണ് ഒരു ശുശ്രൂഷകൻ. അതിനെ നായയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും നന്ദിയുള്ളതും ഏറ്റവും സ്നേഹമുള്ള ഒരു ജീവി നായയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റേത് മൃഗം. അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ ആ വചനം സ്വതന്ത്ര ശുശ്രൂഷകനെ നായയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. പണ്ടുള്ള കാലങ്ങളിൽ, ഈ പഴയ നിയമ കാലഘട്ടങ്ങളിൽ ആട്ടിടയന്മാർ ആടുകളെയും കൊണ്ട് മരുഭൂമിയിൽ പോകുമ്പോൾ വലിയ കൂട്ടം ആടുകളുണ്ടാവും. 200, 300, 400, 500 ആടുകളുണ്ടാവും. ആ ആടുകളെ സംരക്ഷിക്കാനായിട്ട് നായ്ക്കൾ ഇടയന്മാർ കൊണ്ടുപോകുമായിരുന്നു. അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ നായ അവിടെ നിർത്തിയിട്ട് പോകും. ആരെങ്കിലും ചെന്നായി വരികയോ ഏതെങ്കിലും നിലയിലല്ലോ പിടിച്ചു, ഈ നായ ചാടി വീണവരെ പിടിക്കും. അങ്ങനെ ഒരു പഠനം പഴയ നിയമത്തിൽ കിടപ്പുണ്ട്, ചരിത്രമുണ്ട്. ഇതൊക്കെ സെമിനാരിയിൽ നിന്നൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ആ പഴയ നിയമത്തിലും നായ്ക്കൾക്ക് പ്രാധാന്യതമുണ്ട്, പുതിയ നിയമത്തിലും നായ്ക്കൾക്ക് പ്രാധാന്യമുണ്ട്. അത് പുതിയ നിയമത്തിലെ നായ ആരെന്ന് ചോദിച്ചാൽ സഭയുടെ ശുശ്രൂഷകനാ, കാവൽക്കാരൻ എന്നുള്ള നിലയില്ല, സഭയെ സൂക്ഷിക്കുന്നവൻ. ഇന്നത്തെ നായ്ക്കളുടെ കാര്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ നല്ലത്. അവർ സഭയിലിരിക്കുകയും ചെയ്യും, ചെന്നായി വന്ന് മേഞ്ഞിട്ട് ഇറങ്ങി പോവുകയും ചെയ്യും. അറിയത്തില്ല, പുള്ളി അറിയത്തില്ല, ജനവും അറിയത്തില്ല. ഇതിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചിന്തിച്ചെടുത്തോളം അതിൻ്റെ അർത്ഥങ്ങൾ. ഇവിടെ അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, എല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമനായ്ക്കൾ. ദുരുപദേശം വരുമ്പോൾ, ദുരുപദേശത്തിൻ്റെ കണികകൾ ആരെങ്കിലും വിതയ്ക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നവരാണ് കുരയ്ക്കാൻ കഴിയുന്ന നായ്ക്കൾ. അല്ലെങ്കിൽ അവരാരാ? ഊമനായ്ക്കളാണ്. അവർ നിദ്രാപ്രിയരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾക്കൊരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ കഴിയാത്തവർ. കേട്ടോ, ഇത്ര ക്ലിയറായി. അവരെല്ലാവരും ഒട്ടൊഴിയാതെ താൻ്റെ വഴിക്കും ഓരോരുത്തൻ്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. ഗൾഫ് യാത്രയ്ക്കും അവിടെ ഇവിടെയൊക്കെ പോയി ചക്രം ഉണ്ടാക്കാൻ വേണ്ടി, ലാഭമുണ്ടാക്കാൻ വേണ്ടി ഈ നായ്ക്കൾ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രവാചകൻ ഇന്നേക്ക് സുമാർ ഈ പ്രവചനം എഴുതുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 2700ഓളം വർഷങ്ങൾക്ക് മുൻപ് എഴുതിയതാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം. ഈ വാക്യങ്ങൾ ഇന്ന് എത്രയോ അന്വർത്ഥമാണ്. ഓരോരുത്തൻ താൻ്റെ ലാഭത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഞാൻ മുമ്പ് പറയാറുണ്ട്, സുവിശേഷ വേല ലാഭം കൊയ്യുകയാണ്, കാശുണ്ടാക്കുകയാണ്.
അങ്ങനെ കാശുണ്ടാക്കിയവരും ലാഭം കൊഴിഞ്ഞവരെല്ലാം കുഴഞ്ഞ് അവസാനം നശിച്ചു പോയ ചരിത്രമേ നമ്മുടെ കണ്ണിൽ കണ്ടിട്ടുള്ളൂ, കണ്ടുകൊണ്ടിരിക്കുന്നുമുള്ളൂ. ഇതൊക്കെ നന്നായിട്ട് ചിന്തിച്ചെടുത്തോണം. വരുവിൻ, ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാം, നമുക്ക് മദ്യം കുടിക്കാം, ഇന്നത്തെ പോലെ നാളെയും കേമത്തിൽ നടക്കാം എന്നവർ പറയുന്നു. യശയ്യാപ്രവചനം 56-ന്റെ 10, 11, 12 വാക്യങ്ങൾ സ്തോത്രം നന്നായിട്ട് വായിച്ച് പഠിച്ചുകൊള്ളുക. അപ്പോൾ ഈ മന്ന തിന്നവർ മരുഭൂമിയിൽ നശിച്ചുപോയി. അത് ശരീരത്തിൻ്റെ ആഹാരമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് തരുന്ന ദൈവവചനം, ഞാനിവിടെ സംസാരിച്ച വചനങ്ങൾ, ആത്മാവും ജീവനുമാകുന്ന വചനം, അത് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ആ നിലയിൽ നമ്മളത് പഠിച്ചെടുക്കണം. ഇതൊക്കെ വ്യക്തവും കൃത്യമായി പറഞ്ഞു തരുന്ന ആൾക്കാരൊക്കെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഓരോരോ കൊണ്ടുവന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, കാണുമായിരിക്കും അവിടെ ഇവിടെയൊക്കെ ചെതറി കിടപ്പുണ്ടാവും. കുറേയൊക്കെ ചില പഴയ പീസുകൾ അവിടെ കിടപ്പുണ്ട്. 75, 80 വയസ്സായിട്ടവരൊക്കെ. അവരെ ഒന്നും ആർക്കും വേണ്ട. ഈശാന്തിയോടി വെച്ച കുറേ ഗുണം പിടിക്കാത്ത ദുരുപദേഷ്ടാക്കന്മാരെ മതി ഇന്നത്തെ വിശ്വാസികൾക്ക്. അതിൻ്റെ പതനം വളരെ വലുതായിരിക്കും. ദൈവമക്കൾ മനസ്സിലാക്കുക. പിന്നെ പ്രായമായാലും പ്രായമാകാത്ത നിലയിലാണ് ശുശ്രൂഷന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം അത്ര ഗതികെട്ട അവസ്ഥയിലേക്ക് ഇന്ന് മാറി. വ്യാജന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നായ്ക്കളുടെ ഇടയിലും ആകാത്ത വേലക്കാരും വിച്ഛേദനക്കാരി. ആകാത്ത വേലക്കാരെന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ജീവിക്കാത്തവരല്ല ആകാത്ത വേലക്കാരാ ശുശ്രൂഷകന്മാർ. ഇനി വിച്ഛേദനക്കാരാരാ? പരിച്ഛേദനക്കാർ, വിച്ഛേദനക്കാർ ആരാ വിച്ഛേദനക്കാർ? പരിച്ഛേദനയുടെ ഉപദേശം പ്രസംഗിക്കുന്നവർ, ന്യായപ്രമാണത്തെക്കുറിച്ച് വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. ഒരു യാഗം എന്നുള്ള വിഷയം എടുത്താൽ ന്യായപ്രമാണത്തിലെ യാഗം പറഞ്ഞുകൊണ്ടിരിക്കുക. 5 യാഗം, ഞങ്ങൾക്കറിയാം 5 യാഗം പറയാൻ. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് ഗുണമില്ലെന്ന് കണ്ടിട്ടാണ് നമ്മുടെ യാഗം എന്താ, പുതിയ നിയമ യാഗം എന്താ? റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. നമ്മുടെ ശരീരത്തെ യാഗമായി സമർപ്പിക്കുക. ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കുക. പണ്ട് പാപം ചെയ്തുകൊണ്ടിരുന്ന പഞ്ചേന്ദ്രിയങ്ങൾ അത് നീതി ചെയ്യാനായിട്ട് സമർപ്പിക്കുക. അതാ റോമർ 6. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അങ്ങോട്ട് പോകാൻ സമയമില്ല. നമ്മൾ വായിച്ചത് എഫെസ്യ ലേഖനം 3-ാം അധ്യായമാണ്. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്തോത്രം, ആത്മാവും ജീവനുമാകുന്ന വചനങ്ങൾ കർത്താവ് തരുന്നതാണ്. അത് അപ്പോസ്തലന്മാരുടെ നമുക്ക് ലഭ്യമായി. ആ വചനങ്ങളെ വായിക്കും, പഠിച്ചും ധ്യാനിച്ചും നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് സ്തോത്രം നമ്മളെ പഠിക്കാനായിട്ടെടുത്ത ആ വിഷയത്തിലേക്ക് നമ്മൾ വരുന്ന എഫെസ്യ ലേഖനം 3-ാം അധ്യായം. അത് നിമിത്തം പൗലൂസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. അപ്പോൾ പൗലൂസിനെ കുറിച്ച് പൊതുവേ വേദപണ്ഡിതന്മാർ പറയുന്നത് ജാതികളുടെ അപ്പോസ്തലൻ എന്ന്. അതൊത്തിരി ഭാഗങ്ങളിൽ വചനത്തിലൂടെ നമുക്ക് പഠിക്കാൻ തീമോഥെയോസ് ലേഖനത്തിലേക്കുണ്ട്. ജാതികളായ നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അവരൊക്കെ ആരാ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, അവരൊക്കെ ആരാ? അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലുള്ള പ്രവർത്തനം. വിശേഷാൽ പത്രോസ് പരിച്ഛേദനക്കാരെന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ ശക്തമായിട്ട് അവർ പ്രവർത്തിച്ചു. പൗലൂസ്, തീമോഥെയോസ്, തീത്തോസ്, ഫിലെമോൻ, ഇവരെല്ലാം ജാതികളുടെ ഇടയിൽ ജാതികളായ പ്രിയപ്പെട്ടവരെ ദൈവവചനം പ്രസംഗിച്ച് ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് നടത്താൻ ദൈവം അവരെ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ആ വാക്യം അങ്ങനെ പറയുന്നത്. പൗലൂസായ ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ ഒരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ജാതികളായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ ഒരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. വെളിപ്പാടിനാൽ ഒരു മർമ്മം വന്നു. ഈ മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? മിസ്റ്ററി. മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നതും ദൈവം വെളിപ്പെടുത്തുമ്പോൾ മാത്രം വെളിപ്പെട്ട് കിട്ടുന്നതുമാണ് മർമ്മം. വളരെ വ്യക്തമായി കൃത്യമായി നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായി. മർമ്മമൊന്നും എല്ലാവർക്കും കിട്ടത്തില്ല. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ 1-ാം വാക്യം ഒന്ന് ഓടിച്ച് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. 1 കൊരിന്ത്യർ 4-ന്റെ 1. ഹല്ലേലൂയ. വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായി വ്യക്തമായി വായിക്കണം.
ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ. പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയൊക്കെയ ദൈവസഭയുടെ ഗ്രഹവിചാരകന്മാർ, ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ. അപ്പൊ ഇവിടെ മനുഷ്യർക്കാർക്കെങ്കിലും അതുണ്ടോ? ഒറ്റ എണ്ണത്തിനില്ല. ഞങ്ങൾക്കൊക്കെ അവർ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന മർമ്മങ്ങൾ പറയാനുള്ള ഓർഡറേ ഞങ്ങൾക്കുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കണേ, അതിലും വലിയ ചിന്തകളുണ്ട് ഇതിൽ. അവർ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന മർമ്മങ്ങളെ പ്രാർത്ഥിച്ച് ആത്മാവിൽ ആത്മസഹായത്തോടെ ആത്മശക്തിയോടെ അത് പറയാനുള്ള ഒരു നിയോഗം മാത്രമേ ഈ ലോകത്തിലുള്ള ഏതൊരു പാസ്റ്ററിനും ഉള്ളൂ. അതിലപ്പുറം പറയാനില്ല. അതിലപ്പുറം പറഞ്ഞാൽ എന്ത് പറ്റി? പോയി. നമ്മൾ പാസ്റ്റർമാർ പറയുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമാണോ പറയുന്നതെന്ന് മനസ്സിലാക്കി അതിനെ വിവേചിച്ചെടുക്കാൻ കഴിയുള്ള എത്ര വിശ്വാസികൾ ഇന്ന് ഭൂമിയിലുണ്ട്? കുറവാ. അതാ വിശ്വാസികൾ തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം. വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയായാൽ തെറ്റിപ്പോകും. അപ്പം ഈ തിരുവെഴുത്തുകളെയും ദൈവശക്തി, തിരുവെഴുത്ത് എന്താണെന്ന് ഒരു പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ തിരുവെഴുത്ത് വായിച്ച് പഠിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്താ തിരുവെഴുത്തെന്ന്. ഈ പുള്ളി പ്രസംഗിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ സമയങ്ങൾ വേദപുസ്തകം വായിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നില്ല. അതിൽ പരാജയപ്പെട്ടു പോകുന്നു. സ്തോത്രം. സത്യവേദ പുസ്തകം വായിക്കാനായിട്ട് ഇന്ന് വിശ്വാസികൾക്ക് സമയമില്ല. കത്തോലിക്കരുടെ പ്രധാന നേതാവായ പോപ്പ് പറഞ്ഞു, ഒരു പ്രസ്താവന ഇറക്കി, ഞാനത് നോട്ട് ചെയ്തു. നമ്മുടെ യൂത്ത്സ്, കത്തോലിക്കരക്കാരെ കുറിച്ച് പറഞ്ഞാണ് കേട്ടോ, നമ്മളെ കുറിച്ചല്ല പറഞ്ഞു. നമ്മുടെ യൂത്ത്സ് മൊബൈലിൽ കിടന്ന് മാന്തുന്ന സമയം വേദോസം വായിച്ചിരുന്നെങ്കിൽ അവരൊക്കെ എത്ര നല്ല ആത്മീയരായിരുന്നു. എൻ്റെ ദൈവമേ, ആ മനുഷ്യൻ പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെ സ്വീകരിച്ചു. നമ്മൾ പറയും അദ്ദേഹം വിജായാണെന്നും നമ്മൾ പറയും അദ്ദേഹം ദുരുപദേഷ്ടാവാണെന്നും ഒക്കെ ആയിരിക്കാം. ശരിയാ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 100% സത്യം. നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കോ, നമ്മൾ മൊബൈലിൽ കിടന്ന് കളിക്കുന്ന സമയം ഈ സത്യവേദ പുസ്തകം വായിച്ചാൽ നമ്മളൊക്കെ ഓരോ അപ്പോസ്തലന്മാരായി തന്നെ. ഒരു മനുഷ്യനും, നായ്ക്കൾക്കും ആകാത്ത വേലക്കാർക്കും വിച്ഛേദനക്കാർക്കും നമ്മളെ തെറ്റിക്കാൻ കഴിയില്ല. ഷുവർ. ഏത് ദുരുപദേഷ്ടാവ് പറയുന്ന വചനവും ഞാൻ കേൾക്കും. എന്തിനാണെന്നറിയാം? ആത്മീയവർദ്ധനവിനല്ല. എന്താ ഈ പുള്ളി പറയുന്നത് കേൾക്കാൻ. പറഞ്ഞിട്ട് അതിനെ ഖണ്ഡനം നടത്താനാ ഞാൻ ഈ കേൾക്കുന്നല്ല, വേറെ ഒന്നിനുമല്ല. നമുക്ക് ഇവർ പറയുന്ന ഒന്നും കേൾക്കണമെന്നൊന്നും ആവശ്യമില്ല. നല്ലത് പറഞ്ഞാൽ കേൾക്കും തീർച്ചയായും. ഞാൻ പറഞ്ഞല്ലോ, പോപ്പ് പറഞ്ഞ നല്ല കാര്യം ഞാൻ കേട്ടല്ലോ, അതിപ്പോഴും പ്രസംഗിച്ചല്ലോ. അപ്പം നല്ലത് ആര് പറഞ്ഞാലും കേൾക്കും, ആകാത്തത് പറഞ്ഞാൽ നമുക്ക് വേണ്ട, അത് കേൾക്കത്തില്ല. അങ്ങനെ തന്നെ നമ്മൾ ഓരോരുത്തരും ആകണം. ഇല്ലെങ്കിൽ എന്താ പറ്റും? നമ്മുടെ ക്രിസ്ത്യ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും. നമ്മൾ പിന്നെ വചനം പറയുന്നതിന് പകരം വായി തോന്നുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇത് വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ് പൗലോസ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചു. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. സ്തോത്രം. ഒരു മർമ്മം അറിവായി വന്നു. പൗലോസിനൊരു മർമ്മം അറിവായി വന്നു. അതെങ്ങനെ അറിവായി വന്നു? ഗലാത്യർ 1:11-12 വായിച്ചേ. എങ്ങനെയാ മർമ്മം അറിവായി വന്നത്? ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പെട്ടെന്ന് വായിക്കണേ സഹോദരന്മാരെ. ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല. അവിടെ നിൽക്കട്ടെ. ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല. പൗലോസും കർത്താവിൻ്റെ അപ്പോസ്തലന്മാരും അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല. ഇന്ന് പലരും പറയുന്ന സുവിശേഷം മാനുഷ്യമാണ്. എന്തുകൊണ്ടങ്ങനെ വരുന്നു? വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ടുപോകുന്നവർ. അതുകൊണ്ടാണ് മാനുഷ്യം എന്ന് പറയുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുന്നതല്ല പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ ചപ്പും ചവറും പറഞ്ഞുകൊണ്ടിരിക്കുക, വായി വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സിൽ തോന്നുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിന് സുവിശേഷ പ്രസംഗം വന്നു, അതിന് ഗ്രേറ്റ് മെസ്സേജ് ആണെന്നൊക്കെ ഓരോരുത്തരും മെസ്സേജൊക്കെ എടുത്തിടുമ്പോൾ എനിക്ക് സങ്കടം. ഇത് വായിച്ച് കരയുക ഞാനിരുന്ന്. ഒരു ഗുണനിലവാരമില്ലാത്ത സന്ദേശങ്ങൾ എടുത്തിട്ടിട്ട് അത് മെസ്സേജാണെന്ന് പറയുക. ഞാൻ ഒരാളെ ഉദ്ദേശിച്ചല്ല കേട്ടോ പറയുന്നത്. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഇട്ട് തരുന്നുണ്ട്.
ഞാനതിൻ്റെ ടൈറ്റിൽ ഒന്ന് കേട്ട് 2-3 മിനിറ്റ് കേട്ട് കഴിയുമ്പോൾ അറിയാം ഈ കാള വാല പൊക്കുമ്പോൾ എന്തിനാണെന്ന് അറിയാമെന്ന് പറഞ്ഞ പോലെ പുള്ളി പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പം തന്നെ കട്ട് ചെയ്ത് കളഞ്ഞേക്കും ഞാൻ. കാരണം റൂട്ട് മാറിപ്പോവുക. നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട് അപ്പോസ്തലന്മാർ വചനം പ്രസംഗിക്കാൻ. അതിന് പറയുന്ന പേരാണ് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക, യാതൊരു മായവും ചേർക്കാതെ. ഈ ശുശ്രൂഷകന്മാരെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടോ? ഉണ്ട്. അതിലൊന്നാണ് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. പണത്തിന് പ്രസംഗിക്കാം, പേരിന് പ്രസംഗിക്കാം, ആള് കളിക്കാൻ പ്രസംഗിക്കാം, പലതിനും പ്രസംഗിക്കാം. പക്ഷേ കേട്ടിരിക്കുന്ന ജനത്തിന് നന്മയ്ക്കായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പോക്കറ്റിൽ കാശ് വന്ന് വരും, അതുകൊണ്ട് എന്താ കാര്യം? പേഴ്സ് നിറയെ കാശ് പ്രസംഗം കഴിയുമ്പോൾ ഞങ്ങൾ ഈ എറണാകുളം പട്ടണത്തിൽ ഒരു ദുരുപദേശി പോയി ഒരു ദുരുപദേശ സംഘത്തിൽ പ്രസംഗിച്ചു. ആളും പ്രസ്ഥാനം ഒന്നും ഞാൻ പറയുന്നില്ല, പറയുമ്പോൾ പലർക്കും വലിയ വിഷമം തോന്നും. തോത്രാഴ്ച കൊടുത്ത് എത്രയാണെന്നറിയോ? 1,00,000 രൂപ. 1,00,000 രൂപ ഒരു കെട്ടിന് കെട്ടി പാസ്റ്റർ സഞ്ചിയിലോട്ട് ഇട്ട് കൊടുത്തു. പോഴ്സിലും തകി കയറത്തില്ലല്ലോ. പ്രസംഗിച്ച് എന്താ? മുഴുവൻ ദുരുപദേശം. എനിക്കത് കേട്ടിട്ട് ചിരി വന്നു പോയി. കാരണം ഇത് കേൾക്കാനും പിടിക്കാൻ ആളുണ്ട് ഇഷ്ടം പോലെ. കണ്ടെയ്നർ കണക്കിന് ആൾക്കാർ പ്രസംഗിക്കാൻ കിടക്കുക, കണ്ടെയ്നർ കണക്കിന് ആൾക്കാർ കേൾക്കാനും കിടക്കുക. ഇങ്ങനെ കേട്ട് 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 ജനം ആത്മീയമായി നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾ ക്ഷമയോടെ ഇതൊന്ന് കേൾക്കണം. ഇവിടെ പൗലോസ് പറയുന്നു, ഒരു മർമ്മം അറിയായി വന്നു. എനിക്കൊരു മർമ്മം ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടി. ആ വായിച്ചേ ഗലാത്യർ 1:11. ആ, മനുഷ്യമല്ല. ആ, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല. ബൈബിൾ കോളേജിൽ പ്രാപിച്ചതല്ല, അടുത്ത് പഠിച്ചിട്ടുമില്ല, അവിടെ നിന്ന് പഠിച്ചതുമല്ല. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാലത്രേ പ്രാപിച്ചത്. ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തുവിലൂടെ വെളിപ്പാടിൽ പ്രാപിച്ചു. ഇന്ന് സ്വയം ഇരുന്ന് പ്രാപിക്കുന്ന വെളിവുകേടുകളാണ് പ്രസംഗിച്ചു കൂട്ടുന്നത്. പാസ്റ്ററിന് അങ്ങനെ അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത മർമ്മങ്ങൾ, ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരായ അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തിയിരിക്കുന്ന മർമ്മങ്ങൾ അവർ പറയുന്നില്ല. അവർ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേൾക്കാൻ വലിയ കൂട്ടം ജനവും. ഇതിൻ്റെയൊക്കെ റിസൾട്ട് എപ്പോഴാണ് വരുന്നതെന്ന് പറയാമോ? കാഹളം ധ്വനിക്കുമ്പോൾ. ചിന്തിക്കുന്നവർ മനസ്സിലാക്കിയെടുത്തോ, ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കിയോ. കാഹളം ധ്വനിക്കുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പിന്നെ കിടന്ന് കയ്യും കാലും അടിച്ചിട്ട് ഒരു കഥയുമില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്ന മർമ്മം എന്താണെന്ന് ഇന്ന് തൽക്കാലം നമ്മൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലൂടെ പഠിക്കാൻ പോവുകയാണ്. ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അടുത്ത 4-ാം വാക്യം, നിങ്ങളത് വായിച്ചാൽ അപ്പം നിങ്ങളത് വായിച്ചാൽ, ഞാൻ ഈ എഴുതുന്നത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് വെളിപ്പെട്ട് കിട്ടും. അതവിടെ പറയുന്നത്. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. നിങ്ങൾ വായിച്ചില്ലെങ്കിലോ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വേറെ ദിവസം വായിക്കണമെന്ന് പറയുന്നത്. ബിബ്ലിക്കലായിട്ടുള്ള പുസ്തകങ്ങൾ പോലും സൂക്ഷിച്ചു വേണം വായിക്കാൻ. 90% ദുരുപദേശങ്ങളാണ് പലരും പടച്ചു വിടുന്നത്. അത് വിറ്റ് കാശുണ്ടാക്കുക. ഒരു പുസ്തകം മാത്രം പറയാം, ആരാണ് എഴുതിയെന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അനുഗ്രഹത്തിൻ്റെ താക്കോൽ. ലക്ഷങ്ങൾ കോടികളൊക്കെ വിറ്റുപോയെന്നാണ് പറയണത്. അനുഗ്രഹത്തിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചാൽ ആ പുസ്തകം വായിച്ച് നോക്കിക്കോണം. എന്താ ഒരു കുന്തവുമില്ല, ചുമ്മാ വെറുതെ എഴുതി വെച്ചിരിക്കുക. ആ പുസ്തകം വിറ്റ് പുള്ളി കോടീശ്വരനായെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ജനത്തിനൊരു ഗുണവും ഉണ്ടായില്ല. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം നമ്മളെ ആത്മീയമായി അനുഗ്രഹിച്ചിരിക്കുക. ഇനി ഒരാൾ അനുഗ്രഹത്തിൻ്റെ താക്കോലൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല, പുസ്തകം വായിച്ച് പഠിച്ചാൽ മതി. അത് അനുഗ്രഹത്തിൻ്റെ താക്കോലെന്നും പറഞ്ഞ് അത് എഴുതിയേക്കുന്നതിൻ്റെ രചന നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ന്യൂട്രൽ പരുവത്തിൽ ധനവാനാകാനുള്ള സംവിധാനം എഴുതി വെച്ചേക്കുന്നത്. പെട്ടെന്ന് ധനവാനാകുക. അതിലൊരു കാര്യം മാത്രം പറഞ്ഞ് ഞാനതൊക്കെ പൊളിച്ച് കളയാൻ പോവുക. ഈ പുള്ളി ഒരിക്കൽ ഒരു വേറെ ഏതോ ഒരു ഓണറിൻ്റെ സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ സ്ഥലം
യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവകാശമായി എടുക്കുകയാണെന്നും പറഞ്ഞ് ഒരൊറ്റ രൂപയുടെ കൊയിന് കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു. ഏത് പുസ്തകത്തിലായാലും വ്യവസ്ഥകളിലായി. അതൊക്കെ ഈ ഈ ഈ എന്താ പറയുക, യൂറോപ്യൻ കൾച്ചറാണ് ആ ഡോക്ടറിനൊക്കെ. ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പോലെ വല്ലവൻ്റെ പറമ്പിൽ കയറി പൈസയും കുടിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വല്ലവരും കണ്ടു കഴിഞ്ഞാൽ എന്താ നല്ല ചുട്ട അടി തരും നമുക്കിട്ട്. പൈസ കുടിച്ചിട്ട് പ്രാർത്ഥിച്ചാണോ സ്ഥലം വാങ്ങുന്നതാണോ അവൻ്റെ രീതി? എടാ, അധ്വാനിച്ച് സ്ഥലം മേടിക്കണം. ആദാമിനോട് അവയുടെ ദൈവം എന്ന് പറയാം, നീ വേർപ്പോടെ ഭക്ഷിക്കും. വേർത്ത് വേണം നമ്മൾ ഭക്ഷിക്കാൻ, വേർപ്പോടെ വേണം നമ്മൾ ജീവിക്കാൻ. അതെൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാണ്. അതുകൊണ്ടാണ് ഞാനതങ്ങനെ തറപ്പിച്ച് പറയുന്നത്. ഹല്ലേലൂയ. അതല്ലെങ്കിൽ അതിൻ്റേതായ അസ്വസ്ഥതകൾ നമുക്കുണ്ടാകും. ഒന്നാമത് വേർക്കുമ്പോൾ തന്നെ ശരീരത്തിൻ്റെ ദുഷിപ്പുകളൊക്കെ എന്ത് ചെയ്യുക, പോവുക ചെയ്യണം. അതുകൊണ്ടാണ് ഈ വ്യായാമം ചെയ്തങ്ങ് വേർക്കുന്നത്. ഈ പ്രായത്തിലും ഞാൻ വ്യായാമം ചെയ്ത് വേർക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒത്തിരി ദോഷങ്ങൾ ആ വേർപ്പിലൂടെ അങ്ങ് പോവും. ധാരാളം വെള്ളം കുടിക്കാമെന്ന് ഡോക്ടർമാർ പറയും, അത് നല്ലതാ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ സ്തോത്രം, അനുഗ്രഹത്തിൻ്റെ താക്കോൽ എന്നുള്ള പുസ്തകം ന്യൂട്രലിൽ അനുഗ്രഹം പ്രാപിക്കാനുള്ള ചില ചപ്പടി വിദ്യകളാണ് എഴുതി പറ്റിയിരിക്കുന്നത്. അത് വായിച്ച് ന്യൂട്രലിൽ അനുഗ്രഹം പ്രാപിച്ചാൽ ഈ ലോകത്തിൽ നിനക്ക് കാറ് കിട്ടും, വീട് കിട്ടും, ലോറി കിട്ടും, പ്ലെയിൻ കിട്ടും, ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ കിട്ടും. അവസാനം നീ പോകേണ്ടത് നിത്യമായ നരകാഗ്നിയിലായിരിക്കും എന്നുകൂടി ഞാൻ ഓർപ്പിക്കുക. എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുക എന്നുള്ളത് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഒരു നിയോഗമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന ദൈവവചനത്തിൻ്റെ പഠനങ്ങളിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ